അതോടൊപ്പം തന്നെ ഈ സൈനിക അട്ടിമറി കിരൺ പറഞ്ഞ പോലെ തന്നെ ഒരു സൈനിക അട്ടിമറിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ള വാർത്തകൾ സ്ഥിരീകരിച്ചിട്ടില്ല സ്വാഭാവികമാണ്. പക്ഷെ അത്തരം ചരിത്രം ഉള്ള ഒരു സ്ഥലം കൂടിയാണ്, രാജ്യം കൂടിയാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം. അസീം മുനീറിനെ ഈ സൈനിക മേധാവി സ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ട് ഒരു നീക്കം ഉണ്ടാവുകയാണെങ്കിൽ ഇതുവരെ തുടർന്ന ആ സൈനിക നീക്കങ്ങളിൽ നിന്ന് ഒരു പിന്മാറ്റം പാകിസ്ഥാൻ നടത്തുമോ? അതുകൂടിയായിരിക്കുമോ ഈ വാർത്തകൾ പുറത്തു വരുന്നതിന്റെ സൂചന? എന്തായാലും അപർണ, അസീം മുനീറിന്റെ ഭാഗത്തു നിന്ന് എടുത്തുചാട്ടമുണ്ടായി. അസീം മുനീറിനെ സേനയെ നയിക്കാൻ കഴിഞ്ഞില്ല. ഇതുവരെ അസീം മുനീർ വാചകം കൊണ്ട് ഇന്ത്യക്കെതിരെ പ്രകോപനപരമായ സംസാരമുണ്ടാക്കുക, ഞങ്ങളുടെ ജീവനാഡിയാണ് കശ്മീർ എന്ന് പറയുക, ഇന്ത്യയിലെയും മുസ്ലിമിനും ഹിന്ദുവിനും ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിക്കുക, അതൊക്കെ ആ തരത്തിലേക്ക് എങ്ങനെയെല്ലാം പ്രകോപനം നടത്താവോ അത്തരം പ്രകോപന വർത്തമാനങ്ങളായിരുന്നു സാധാരണ ഒരു സൈനിക മേധാവിയിൽ നിന്നും ഉണ്ടാവേണ്ടത്. സൈന്യത്തെ ശരിയായി നിർത്തുകയും സൈന്യത്തെ നയിക്കാൻ വേണ്ടിയുള്ള വിഷയം എന്തെല്ലാം ചെയ്യണം അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം ഇത്തരം പ്രകോപന സംസാരങ്ങളും ആ സംസാരങ്ങൾ പുറത്തുവിടുകയും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. എന്തായാലും പാകിസ്ഥാനിലെ ആ തരത്തിലേക്ക് അതിഭീകരമായ രീതിയിലേക്ക് ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഈ ആക്രമണം ഉണ്ടായിട്ട് പോലും ഏതായാലും ഉന്നതതല ചർച്ചകൾ നടക്കുന്നുണ്ട് ഈ സമയത്ത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ഉറ്റുനോക്കാനുള്ളത് അതാണ്. ഇന്നലെ രാത്രി തുടർന്ന പാക് ആക്രമണം ഇന്ത്യയുടെ ശക്തമായ തിരിച്ചടിക്ക് ശേഷം അത് അവസാനിപ്പിച്ചില്ല പാകിസ്ഥാൻ എന്നുള്ളത് എടുത്തു പറയണം. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങളിലേക്ക് കടന്നിരിക്കുന്നു ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങൾ. നേരത്തെ പറഞ്ഞതുപോലെ മുംബൈയിലും ഒപ്പം അമൃത്സറിലടക്കം പഞ്ചാബ്, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലൊക്കെ കൂടുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പാക് ആക്രമണം അവസാനിക്കുന്നില്ല. പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളിൽ പോലും ശക്തമായിട്ടുള്ള ആക്രമണം നടത്തുകയായിരുന്നു ഇന്ത്യ ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷവും. പക്ഷേ അതിൽ കറാച്ചിയൊക്കെ ഏകദേശം തകർന്ന് തരിപ്പണമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നു പോയി. എന്നിട്ടും പാകിസ്ഥാൻ ആക്രമണം അവസാനിപ്പിച്ചില്ല. ഇന്ത്യൻ സൈന്യം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിർത്തികളിലടക്കമുള്ള ആക്രമണ ശ്രമങ്ങൾ തകർക്കാൻ, മിസൈലുകളടക്കം പാകിസ്ഥാൻ അയച്ചത് നിർവീര്യമാക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് കഴിഞ്ഞു എന്ന് ഇന്ത്യൻ സേന തന്നെ സ്ഥിരീകരണം നൽകുകയും ചെയ്തിരിക്കുന്നുണ്ട്. അതിനിടെ പ്രതിരോധ മന്ത്രി ഇന്ന് ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നു. 3 സേനാ വിഭാഗങ്ങളുടെയും മേധാവിമാരുമായി കൂടിക്കാഴ്ച നടത്തുന്നു. പ്രധാനമന്ത്രിയുമായുള്ള ചർച്ച നടക്കുന്നു. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം അത് ഉണ്ടാകും. അടുത്ത നീക്കങ്ങൾ എന്തായിരിക്കും എന്നുള്ളത് ഉറ്റ് നോക്കപ്പെടുകയാണ്. എന്നാൽ രാവിലെ വന്ന വാർത്ത ഉറിയിൽ ഷെല്ലാക്രമണം തുടരുകയാണ് എന്നുള്ളതായിരുന്നു. അതിൽ ഒരു യുവതി മരിക്കുകയും ചെയ്തു. സിവിലിയൻ ഡെത്തുകൾ, സാധാരണക്കാർക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കുന്നതേയില്ല പാകിസ്ഥാൻ. മരണനിരക്ക് കൂടുന്നു. തിരിച്ചടി നൽകാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് സൈന്യം വ്യക്തമാക്കുന്നത് അതുകൊണ്ടാണ്. ഈ നിയന്ത്രണ രേഖയിലടക്കം വെടിവെപ്പുണ്ടായി. ഇതിനൊക്കെ ശക്തമായ തിരിച്ചടി ഇന്ത്യ നൽകി എന്ന് സൈന്യം വ്യക്തമാക്കുകയും ചെയ്തു. ഇനിയും അതുണ്ടാകും. പാകിസ്ഥാൻ നടത്തുന്ന ഏത് ഹീനമായ നീക്കത്തെയും ചെറുക്കും, അതിനെ ചെറുത്ത് ശക്തമായി തിരിച്ചടിക്കുമെന്ന് സൈന്യം പറയുന്നു. ഇന്ത്യയുടെ പരമാധികാരവും ഇന്ത്യയുടെ അഖണ്ഡതയും സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ളതെല്ലാം ചെയ്യുമെന്നാണ് ഇന്ത്യൻ ആർമി എക്സിൽ കുറിച്ചിരിക്കുന്നത്. നിയന്ത്രണ രേഖയിലടക്കം നടത്തുന്ന വെടിവെപ്പ്, അതിനുള്ള ശക്തമായ തിരിച്ചടി ഇന്ത്യ നൽകിക്കഴിഞ്ഞെന്നും സൈന്യം വ്യക്തമാക്കി. ഇന്നലെ രാത്രി തൊട്ട് ഇന്ന് പുലർച്ചെ വരെയും പടിഞ്ഞാറൻ അതിർത്തി മേഖലകളിൽ പ്രത്യേകിച്ചും പലയിടങ്ങളിലാണ് ഡ്രോണുകളും മിസൈലുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ സൈന്യം ആക്രമണം നടത്തിയത്. ഇതെല്ലാം തകർത്തു എന്നുകൂടി സൈന്യം എക്സിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് പാകിസ്ഥാന്റെ ഒരു പരിശ്രമവും സഫലമായില്ല. അതെല്ലാം തകർക്കാൻ, അതെല്ലാം നിർവീര്യമാക്കാൻ സേനയ്ക്ക് കഴിഞ്ഞു എന്ന് സൈന്യം എക്സിൽ കുറിച്ചിരിക്കുന്നു. ഈ ആക്രമണത്തിനൊക്കെ പുറമെ, ഇത് ഒരു വശത്ത് നടക്കുന്ന ആക്രമണമാണെങ്കിൽ ഇതിന് പുറമെ ജമ്മു കാശ്മീരിൽ പല ഭാഗങ്ങളിലാണ് നിയന്ത്രണ രേഖയിലുള്ള വെടിനിർത്തലുകൾ ലംഘിച്ചുകൊണ്ട് ഷെല്ലാക്രമണവും വെടിവെപ്പുകളും ഒക്കെ പാകിസ്ഥാൻ തുടർന്നത്. ഇതിനും ചുട്ട മറുപടി ഇന്ത്യൻ സേന നൽകിക്കഴിഞ്ഞിരിക്കുന്നു. പാകിസ്ഥാന്റെ ഡ്രോണുകളെല്ലാം തന്നെ കൃത്യമായി തകർത്തുകൊണ്ട്, പ്രിസിഷൻ അറ്റാക്ക് കൃത്യമായി തകർത്തുകൊണ്ട് ശക്തമായ മറുപടിയാണ് നൽകിയത്. ഇന്ത്യയുടെ അഖണ്ഡതയും പരമാധികാരവും തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ നീക്കങ്ങളെയും ശക്തമായി പ്രതിരോധിച്ച് തിരിച്ചടിക്കുമെന്നും സൈന്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്.